രാജ്യത്തെ ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലുമൊക്കെ തന്നെ ടോൾ നൽകാൻ ഇനി പണം നേരിട്ട് സ്വീകരിക്കില്ല. 100% ഡിജിറ്റൽ ടോൾ ശേഖരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏപ്രിൽ 10 മുതൽ പണമിടപാടുകൾ പൂർണ്ണമായിട്ടും നിർത്തലാക്കിയതായിട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ടോൾ പ്ലാസകളിലെ നിരക്ക് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ യാത്രാസമയം ലാഭിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ ഒരു നീക്കം. പുതിയ നിയമപ്രകാരം എല്ലാ ടോൾ ഇടപാടുകളും ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ മാത്രമേ നടത്താനായിട്ട് സാധിക്കൂ. പ്രധാനമായിട്ടും ഫാസ്ടാഗ് വഴി ആയിരിക്കണം പണം അടയ്ക്കേണ്ടത്. ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് UPI വഴിയോ മറ്റ് ഡിജിറ്റൽ മോഡുകൾ വഴിയോ പണം അടയ്ക്കാം. എന്നാൽ സാധാരണ ടോൾ നിരക്കിന്റെ 1.25 മടങ്ങ് തുക ഇവർ നൽകേണ്ടി വരും. ഡിജിറ്റലായിട്ട് പണമടയ്ക്കുന്നതിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ ടോൾ പാതയിൽ നിന്ന് നീക്കം ചെയ്യാനോ പ്രവേശനം നിഷേധിക്കാനോ അധികൃതർക്ക് അധികാരം ഉണ്ടാകും. വ്യക്തികൾക്കല്ല, മറിച്ച് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന അംഗീകൃത വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ഇനി ഇളവുണ്ടാവുക. ഇതിനായിട്ട് പ്രത്യേക എക്സംപ്റ്റഡ് ഫാസ്ടാഗ് നിർബന്ധമായിട്ടും വാങ്ങിയിരിക്കണം. തിരിച്ചറിയൽ രേഖകൾ നേരിട്ട് പരിശോധിച്ച് സമയം കളയുന്ന രീതി ഇതോടെ അവസാനിക്കുന്നതാണ്. ദേശീയപാതകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കായിട്ട് വാർഷിക പാസുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. വർഷത്തേക്ക് 3075 രൂപയാണ് പാസ് നിരക്ക്. സ്വകാര്യ കാറുകൾക്ക് ഒരു വർഷത്തിനുള്ളിൽ 200 തവണ വരെ ടോൾ പ്ലാസകൾ കടന്നു പോകാനായിട്ട് ഈ പാസ് ഉപയോഗിക്കാം. സ്ഥിരമായി ദീർഘദൂര യാത്ര നടത്തുന്നവർക്ക് ഇത് ഏറെ ലാഭകരമാണ്. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.